അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതാ പൂരിയും മസാലക്കറിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളൻ കിഴങ്ങും ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഞാൻ ഒന്ന് വൃത്തിയാക്കാം. കഴുകിയിട്ടില്ല, തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഒന്ന് വൃത്തിയിലൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ ഇനി. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പൂരിക്ക് വേണ്ട മാവ് ഇന്നലെ രാത്രി ഞാൻ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ കുഴക്കണ പോലെ തന്നെ ഞാൻ പച്ചവെള്ളത്തിൽ പൊടിയിൽ ആട്ടപ്പൊടിയിൽ പച്ചവെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഞാൻ കുഴച്ചെടുക്കുക. കുറച്ച് എണ്ണയും ഉപയോഗിക്കും ഞാൻ, അല്ലാണ്ട് ചൂടുവെള്ളത്തിലൊന്നുമല്ല ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉരുളൻ കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്തിക്കണം കേട്ടോ. ഉള്ളൊക്കെ നല്ല ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്കിത്. ഇത് വേവിച്ചെടുത്ത വെള്ളമില്ലേ, അത് ഞാനവിടെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇതാ നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് ഞാൻ ചട്ടി വെച്ചിട്ട് എണ്ണ ഒക്കെ ഒന്ന് ചൂടായിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതവിടെ നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ തക്കാളി. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി ഉപയോഗിക്കണുള്ളൂ. വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് വെന്ത ആ ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വന്ന വെള്ളമില്ലേ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അത് വേവിച്ചെടുത്ത വെള്ളമില്ലേ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഹോട്ടലിലത്തെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ കറി ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതവിടെ നല്ല മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുളിദോശയുടെ കൂടി മസാല ദോശയുടെ കൂടി പിന്നെ പൂരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് മാവിൻ്റെ, അതൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് പ്രസ്സുമ്മലൊന്ന് പരത്തിയിട്ടാണ് ഞാൻ പൂരി ചുടുന്നത് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൻ്റെ ചുറ്റോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കണ്ട നല്ല സോഫ്റ്റിൽ നമ്മൾ കുഴച്ചെടുത്താൽ ആ എണ്ണയൊക്കെ മേലൊക്കെ തട്ടുമ്പോൾ ഇത് ഇട്ടാൽ തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. നല്ല പൊന്തി വരും. നല്ല പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നല്ല പൂരി റെഡി ആയിട്ടുണ്ട്, മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.